എല്ലാവർക്കും നമസ്കാരം. ഇന്നലെ ഞാൻ യൂട്യൂബ് ചുമ്മാ നമ്മുടെ മൊബൈലിൽ നോക്കൂല, അപ്പൊ നോക്കിയപ്പോൾ ഒരു വീഡിയോ ഉണ്ട് സൗഭാഗ്യ വെങ്കടേഷിന്റെ. പുള്ളിക്കാരത്തിന്റെ വീഡിയോ ഇടയ്ക്ക് ഞാൻ കാണാറുണ്ട്. അത് ഈ മൃഗങ്ങളോടുള്ള സ്നേഹം കൊണ്ട് ഇടയ്ക്ക് പോയി കാണും. പൂച്ച എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പൊ ഇവരുടെ വീട്ടിൽ ആന ഒഴികെ ബാക്കി എല്ലാ സംഭവങ്ങളും ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ നോക്കുമ്പം ഇവർ ഈ 7:30 വെളുപ്പിനെന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ 5 മണിക്കൊക്കെ എഴുന്നേറ്റ് ഈ പട്ടിക്കും പൂച്ചയ്ക്കും കുതിരയ്ക്കും എല്ലാത്തിനും ഫുഡ് കൊടുക്കുന്നതെല്ലാം കാണിക്കുന്നുണ്ട്. നമ്മുടെ ഒരു സെലിബ്രിറ്റി സങ്കല്പത്തിനും യോജിച്ച രീതിയല്ല സൗഭാഗ്യ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് അത്രമേൽ ഇഷ്ടമാണ് ആ കുട്ടി. അതായത് കഠിനാധ്വാനമായിട്ട് നമുക്ക് തോന്നും ഇത്രയും വെളുപ്പിന് എഴുന്നേറ്റ് ഈ കണ്ട പണി മുഴുവൻ ചെയ്യുന്നത്. എന്നാൽ ഈയിടെ ആനീസ് കിച്ചണിൽ വന്ന പുള്ളിക്കാരത്തി പറയുന്നുണ്ട് പുള്ളിക്കാരത്തിക്ക് കിച്ചൺ വർക്ക് അത്ര അറിയത്തൊന്നുമില്ല, ഇതുങ്ങളെല്ലാം ഈ നോക്കുന്നത്. ഇത് തന്നെ ഒരു വലിയ പണിയല്ലേ. പിന്നെ വീട് ക്ലീനിങ്, അത്രയും വലിയ വീട് ക്ലീൻ ചെയ്യുന്ന ഒരു സെലിബ്രിറ്റീസ് എന്ന് പറയുന്ന ആൾക്കാർ, സെലിബ്രിറ്റി ആയിട്ടുള്ള ആൾക്കാർ പൊതുവെ നമ്മളുടെ ഒരു സങ്കല്പം അങ്ങനെയല്ലല്ലോ. അവര് കാണിക്കുന്നത് അങ്ങനെയല്ല. എല്ലാത്തിനും ഇങ്ങനെ കൈ നീട്ടിയ വേലക്കാർ നിൽക്കുന്ന ഒരു രീതിയാണല്ലോ നമ്മൾ കാണുന്നത്. പോരാണ്ട് സിനിമയിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് വേർപ്പ് പോലും ഒപ്പാൻ മറ്റുള്ള ആൾക്കാരാണുള്ളത്. അത്രയും പോലും വേണ്ട. അത്രയും ദാസിമാരായിട്ടുള്ള ആൾക്കാരുള്ളിടത്തിന്റെ ഇടയിലാണ് സൗഭാഗ്യം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. അപ്പൊ സൗഭാഗ്യ ചെയ്യുന്നത് എന്താന്ന് ജസ്റ്റ് ഒന്ന് ഓടിച്ചു കണ്ടു നോക്കെ. അവരുടെ ഫറിന്റെ പാർട്ടിക്കിൾസ് ഉണ്ടെങ്കിൽ തന്നെ ആ മൈക്രോഫൈബർ ക്ലോത്ത് നല്ലോണം അത് മോപ്പ് ചെയ്തെടുക്കും. ഈ മോപ്പിന്റെ ഒരു സൈഡിലാണ് നമ്മൾ ലോഷൻ മിക്സ് ചെയ്ത വെള്ളം അപ്പൊ ഇത്രയെല്ലാം ഒരു മടിയില്ലാതെ പണി ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുക. സാധാരണ ഒരു സ്ത്രീകള് ചെയ്യുന്നതിൽ കൂടുതൽ ചെയ്യുന്ന പോലെ തോന്നുന്നുണ്ട്. അത്രയും വലിയ വീടും അത്രയും മൃഗങ്ങളും ഉണ്ട്. ഓരോന്നിനെയും ഫുഡും കൊടുത്ത് പരിപാലിപ്പിച്ച് കുളിപ്പിച്ച് അതുങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ഒരു വലിയ മലമറിക്കൽ തന്നെയാണ്. അപ്പൊ ഈ കുട്ടിയോട് സത്യം പറഞ്ഞാൽ ഈ കുട്ടിയുടെ വ്ലോഗ് കാണുന്നവർക്ക്, താരകല്യാണിന്റെ മകളാണല്ലോ, ബ്ലോഗ് കാണുന്നവർക്ക് സാധാരണ കവിഞ്ഞൊരിഷ്ടം, ഒരു ബഹുമാനമാവുള്ള ഒരു ഇഷ്ടം, സ്നേഹം, ആരാധന എന്നൊന്നും പറഞ്ഞാൽ ശരിയാവില്ല. ഈ കുട്ടിയോട് ഒരു ബഹുമാനമാവുള്ളൂ എന്ന് പറയാം. അപ്പൊ ഈ അടുത്ത് ഈ കുട്ടി വണ്ണം കുറയ്ക്കാൻ ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊന്ന് കണ്ടു നോക്ക്. എല്ലാ പ്രാവശ്യവും അത് ചെക്ക് ചെയ്യും കേട്ടോ. അവിടെ ഒരു ബുക്ക് പോലെ വെച്ചിട്ടുണ്ട്. ആ ബുക്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നതാണ്. ഇഞ്ച് ലോസ് വരുന്നുണ്ടോ എന്നുള്ളതും നമ്മുടെ വെയിറ്റ് ലോസ് എത്രയാണ് വരുന്നത് എന്നുള്ളതും ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യാനും ഒക്കെ ആയിട്ടുള്ള പ്രൊസീജിയേഴ്സാണിത്. പിന്നെ എല്ലാ തവണത്തെയും ഫോട്ടോസും എടുത്ത് വെക്കാറുണ്ട് ഫോർ ഡോക്യുമെന്റിങ് പർപ്പസ്. ഓരോ വീക്കിൽ എന്തോരം ചേഞ്ചസ് ആണ് വരുന്നത് എന്നുള്ളത് കാണാൻ വേണ്ടിയിട്ട് കേട്ടോ. സോ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഒരു സബ്സ്ക്രിപ്ഷൻ പോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ടു ഡോക്യുമെന്റ് ദിസ് കംപ്ലീറ്റ് ജേർണി. അപ്പൊ സാധാരണ നല്ല വണ്ണം ഉണ്ടായിരുന്നു. അപ്പൊ ആ വണ്ണം എന്തൊക്കെയോ ട്രീറ്റ്മെന്റ്, അത് മൊത്തം ഞാൻ കണ്ടിട്ടൊന്നുമില്ല കേട്ടോ. ചാനലിലുണ്ട് എന്തൊക്കെയോ ചെയ്ത് ഗ്ലൂട്ടാത്തയോണൊക്കെ IV എടുക്കുന്നുണ്ട്. അത് നേരത്തെ അതേപ്പറ്റി പറയുന്നുണ്ടെന്ന് തോന്നുന്നു. ഇവർക്കൊക്കെ നല്ലപോലെ നിറമുള്ളതാണ്, പിന്നെ എന്തിനു വെളുക്കുന്ന സത്യം പറഞ്ഞാൽ കാണുമ്പോൾ തോന്നും. എന്തായാലും അവരത് അവരുടെ ഇഷ്ടത്തിനാണ്, ഓരോരുത്തർ അവരവരുടെ ഇഷ്ടത്തിനാണ് അങ്ങനെ എടുക്കുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞ് ഈ സാധാരണ രീതി നമ്മുടെ ഗൗരി കൃഷ്ണ എപ്പോഴും വളരെ ശാലീന വേഷത്തിൽ വരുന്നതാണേലും ഈ അടുത്ത് വണ്ണം കുറച്ച് വെച്ച് പുള്ളിക്കാരത്തിയും ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ വണ്ണമൊക്കെ കുറച്ച് ചെയ്യുമ്പോൾ ആൾക്കാർക്ക് ഒരു ആത്മവിശ്വാസം കൂടും. ഏത് മോഡേൺ വേഷവും ഇടാവുന്ന ഒരു അവസ്ഥയാകും. വണ്ണം വല്ലാതെ ഉള്ളപ്പോൾ മോഡേൺ വേഷങ്ങളൊന്നും നമ്മുടെ പാകത്തിന് കിട്ടാതെ വരികയെ, അല്ലെങ്കിൽ നമുക്കത് ഇട്ട ഒരു ഇണക്കമില്ലെന്നൊക്കെ തോന്നുകൊണ്ട് നമ്മൾ അതങ്ങ് ഉപേക്ഷിക്കും. വണ്ണമൊക്കെ കുറഞ്ഞ് വയറും ഒക്കെ കുറഞ്ഞ് ബോഡി ഷേപ്പും ഒക്കെ വന്നു കഴിയുമ്പോൾ ശരിക്കും മോഡേൺ ആയ വസ്ത്രം നമുക്ക് നല്ല ഇണക്കം പോലെ തോന്നും. പക്ഷെ മോഡേൺ ആയ വസ്ത്രത്തിന്റെ എല്ലാം ഒരു സൈഡ് എഫക്റ്റ് എന്താണെന്ന് ചോദിച്ചാൽ അവിടെ എവിടെയൊക്കെ ഒന്ന് കാണിക്കേണ്ടി വരും. അങ്ങനത്തെ കുറച്ച് മോഡേൺ വേഷമുണ്ട്. അപ്പൊ ഗൗരികൃഷ്ണയാണെങ്കിലും ഇങ്ങനെ കഴുത്തൊക്കെ കാണിക്കുന്ന രീതിയിലുള്ള ഒരു വേഷം ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ആ വണ്ണം കുറഞ്ഞതിന്റെ ഒരു ആത്മവിശ്വാസത്തിൽ നിന്നുണ്ടാകുന്ന ഒരു ഇഷ്ടം കൊണ്ടാണ് ഇവരൊക്കെ ഇത് ചെയ്യുന്നത്. അവര് ഈ ഫീൽഡിലാണല്ലോ നിൽക്കുന്നത്, അതുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അപ്പം ഇന്നലെ ഈ വീഡിയോ ഇപ്പൊ ചെയ്യാനുണ്ടായ കാര്യം എന്താ വെച്ചാൽ, ഇന്നലെ സൗഭാഗ്യയുടെ ഒരു വീഡിയോ ഞാൻ കാണാൻ ഇടയായി. എപ്പോൾ ഇട്ടതാ എങ്ങനെയാണെന്ന് അറിയില്ല. വണ്ണം കുറഞ്ഞതിന്റെ സത്യം പറഞ്ഞാൽ ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ കംപ്ലീറ്റ് എനിക്ക് സൗഭാഗ്യ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനും പറ്റില്ല, എന്നാൽ ഒരല്പം പോലും കുറ്റം പറയാനും പറ്റില്ല. ഈ 2 വെള്ളത്തെ കാലി വിട്ടുക എന്ന് പറഞ്ഞാൽ ഈ ഒരു വിഷയം കൈകാര്യം ചെയ്യാൻ പറ്റുള്ളൂ. സൗഭാഗ്യം വന്ന് സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത്, ആദ്യമേ തന്നെ പറയാം,
ആത്മവിശ്വാസം കൊണ്ട് അപ്ലോഡ് ചെയ്താണെങ്കിലും അത് ചെയ്യാൻ പാടില്ലായിരുന്നു. കാരണം അത് നമ്മുടെ ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയയിലേക്ക് എടുത്തിടുമ്പോൾ അതില് പല തന്തയ്ക്ക് പറഞ്ഞ ആൾക്കാരെന്നാണ് നമ്മൾ പറയേണ്ടത് അല്ലേ? നമ്മൾ പല തന്തയ്ക്ക് പറഞ്ഞ ആൾക്കാരല്ലേ കണ്ടുകൊണ്ടിരിക്കുന്നത്. പൊതുജനം പല ആൾക്കാരാണ് കാണുന്നത്. അപ്പൊ അത് ഓർത്ത് വേണം നമ്മൾ ഓരോ വീഡിയോയും അപ്ലോഡ് ചെയ്യാൻ. നമ്മുടെ വീട്ടിനുള്ളിൽ നിന്ന് അത് മുറിക്കുള്ളിൽ നിന്ന് അത് കടന്ന് സമൂഹ മധ്യത്തിലേക്ക് എത്തിയ പൊതുജനം പലവിധം. അപ്പൊ അവരെങ്ങനെ പ്രതികരിക്കും എന്നൊരു ചിന്തയും കൂടെ മുൻനിർത്തിയാൽ നമ്മൾ എന്തും അപ്ലോഡ് ചെയ്യാവുള്ളൂ. അങ്ങനെ വേണം. പലപ്പോഴും പലർക്കും അത് ഇടയ്ക്കിടയ്ക്ക് അബദ്ധം പറ്റും. ഹൻസിയെ വന്ന് ഈ അടുത്ത അബദ്ധം പറ്റിയെന്നും പറഞ്ഞ് മാപ്പ് പറഞ്ഞില്ലേ, അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ആ കൊച്ചിന് തോന്നി അയ്യോ ശരിയായില്ലല്ലോ എന്ന്. അപ്പൊ തന്നെ ആ കൊച്ചു പിൻവലിച്ചാലും ആ സമയം കൊണ്ട് സ്പ്രെഡായി പോയിരുന്നു. അതേപോലെ തന്നെ സൗഭാഗ്യ വന്ന് വണ്ണമൊക്കെ കുറഞ്ഞതിന്റെ ആത്മവിശ്വാസത്തിൽ സാരി സൗഭാഗ്യ ആൾക്കാർ നല്ല ഷേപ്പിൽ ഉടുപ്പിച്ചു കൊടുക്കുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് അതൊന്ന് കാണും. ഈ ഒരു വീഡിയോ ഇട്ടോടുകൂടി പ്രേക്ഷകർ ഈ കുട്ടിയെ വെറുത്തു പൊങ്കാലയാണ്. അതിന്റെ കാര്യം പ്രേക്ഷകർ നോക്കുമ്പം ഈ അടുത്ത് രേണുസുതി ആണേലും വേറെ മറ്റേ പർപ്പിൾ ആണേലും അല്ലെ ഹൻസി ആണേലും ഇങ്ങനെ ഒത്തിരി പേര് ഈ സബ്സ്ക്രിപ്ഷനിലൂടെ തുണി പറിച്ച് കാണിക്കുന്ന ഒരു സീസണാണിപ്പം. അപ്പം ഈ കുട്ടി പെട്ടെന്ന് വന്ന് ഇങ്ങനെ കാണിച്ചപ്പോ ജനം ആ രീതിക്ക് അങ്ങ് എടുത്തു. സത്യത്തിൽ ഇവിടെ എന്താ സംഭവിച്ചെന്നുള്ളത് ഇത് കണ്ടപ്പോ എനിക്കൊരു വിഷമമാണ് തോന്നിയത്. സത്യത്തിൽ ആ കുട്ടിയുടെ മനസ്സ് വായിക്കാൻ എനിക്ക് പറ്റി. അത് ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വണ്ണം എന്നുള്ളത് വരാൻ വളരെ എളുപ്പമാണ്. ഭയങ്കര സ്പീഡിൽ നമ്മൾ വണ്ണം വെക്കും. പക്ഷെ ആ വണ്ണം ഒന്ന് കളയാൻ പഠിച്ച പണി 18 നോക്കിയാലും നടക്കുകയില്ല. അപ്പൊ അതിനു വേണ്ടി അത് ഒത്തിരി കഷ്ടപ്പെടണം. ട്രീറ്റ്മെന്റ് എന്നൊക്കെ പറഞ്ഞാൽ അവര് പറയുന്ന ഫുഡല്ലേ കഴിക്കാൻ പറ്റുള്ളൂ. ഈ ഫാസ്റ്റിംഗ് ഒക്കെ പറയാറില്ലേ, രാത്രി 7 മണി കഴിഞ്ഞിട്ട് രാവിലെ 10 മണി വരെയോ 11 മണി വരെയൊക്കെ പട്ടിണി ഇരിക്കുക, അങ്ങനെ ഒത്തിരി ഇതുണ്ട്. പിന്നെ എന്താണ് ആഹാരം കഴിക്കാതെ ഒരു ആപ്പിൾ കഴിക്കുക, ഒരു മുന്തിരി കഴിക്കുക എന്നൊക്കെ പറയുന്ന പോലെ എല്ലാം ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പിന്നെ ന്യൂട്രീഷൻ ഒന്നും നഷ്ടപ്പെടാതുള്ള ആഹാരമൊക്കെ കൊടുക്കും. ഒരേ ഡയറ്റീഷ്യന്റെ നിർദ്ദേശപ്രകാരമാണേലും ഈ മെലിയാൻ വേണ്ടിയുള്ള കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ കഷ്ടപ്പാടാ. അപ്പൊ അത്രയും ചെയ്തിട്ട് ബോഡി ഷേപ്പ് ഒക്കെ തിരിച്ചു കിട്ടി മെലിഞ്ഞ് കഴിയുമ്പോൾ ഒരു യുദ്ധം ജയിച്ചു വന്ന ഒരു സന്തോഷമാണ്. അപ്പൊ ആ സന്തോഷത്തിനാണ് ഈ കുട്ടി ഈ സാരി ഉടുത്തത് കാര്യം വീഡിയോ ഇട്ടത് കേട്ടോ. അല്ലാതെ ആ കുട്ടി അതിന്റെ ശരീരം പ്രദർശിപ്പിക്കാൻ വേണ്ടി ചെയ്തതേയല്ല. അത് നമുക്കത് അറിയാം, അത് കാണുമ്പോൾ നമുക്കറിയാം. ഒരംശം പോലും ആ കുട്ടി അങ്ങനെ ചെയ്യുന്ന ആളല്ല. ഇന്ന് വരെയും ചെയ്തിട്ടില്ല. അതിന്റെ ശരീരം പ്രദർശിപ്പിച്ച് അതിന് പൈസ മേടിക്കേണ്ട കാര്യമില്ല, ഒന്നുമില്ല. അത് ഒരൊറ്റ പോയിന്റേ ചിന്തിച്ചുള്ളൂ. അതിന്റെ ആ വണ്ണം കുറഞ്ഞ് കിട്ടിക്കഴിഞ്ഞപ്പോൾ സാരി ഉടുക്കുമ്പോൾ ഉള്ള ഒരു ബോഡി ഷേപ്പ്, അത് കാണുമ്പോൾ ഉള്ള ഒരു സന്തോഷം, അതാണ് അത് എടുത്തിട്ട് ഒരു വിജയം, മറ്റുള്ളവർക്ക് മോട്ടിവേഷൻ ആയിക്കോട്ടെ എന്ന് എഴുതിയെന്നും കൂടെ ആയിരിക്കും. പക്ഷെ ചെയ്തതിന്റെ അകത്ത് പാളിച്ച പറ്റിയത് ബുദ്ധിയില്ലായിയാണ്. കാരണം ഇങ്ങനെ ഒരു വീഡിയോ എടുത്ത് സോഷ്യൽ മീഡിയ ഇടുമ്പോൾ ഇത് പല ആൾക്കാരാണ് കാണുന്നത്. ഇത് വേറെ രീതിക്ക് പോകുമെന്ന് ചിന്തിക്കാനും കൂടെ ഉള്ള ഒരു കഴിവ് വേണം. അതുകൊണ്ട് എന്തുണ്ടായെന്ന് വെച്ചാൽ കമന്റ് വായിച്ചാൽ ഈ കുട്ടിയെ ഇഷ്ടപ്പെടുന്ന നമുക്ക് പോലും വിഷമം തോന്നും. എല്ലാവരും മോശം കമന്റ് ഇട്ട് വെച്ച്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, 2 കൊല്ലത്തെ കാലയോട്ട് ഈ വീഡിയോ റിയാക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ കുട്ടി ചെയ്തത് തെറ്റ് തന്നെയാണ്. എന്നാൽ ജനം ഇങ്ങനെ തെറ്റിദ്ധരിക്കരുത്. അത് ആ കുട്ടി അങ്ങനത്തെ ഒരു കുട്ടിയല്ല. അതാണ് ഈ പറയാൻ തോന്നിയത്. പൈസയ്ക്ക് ബുദ്ധിമുട്ട് വന്നു തുടങ്ങിയോ, ഇതാണ് ഒരു ചോദ്യം. അതായത് തുണി പറിച്ചു. സത്യത്തിൽ ആ ചോദ്യത്തിന് അവിടെ ഒരു അർത്ഥമുണ്ട്. ആ കൊച്ചു ഒരിക്കലും തുണി പറിച്ചിട്ടില്ല. തുണി കാശുണ്ടാക്കുന്ന ഒരു സ്വഭാവക്കാരിയല്ല. അതും നമ്മൾ ഓർക്കണം. ഇതിനു മുന്നേ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. അതിന് മുന്നേ തൊട്ടേ ഇങ്ങനെയാണെങ്കിൽ ഇപ്പം ദിയാകൃഷ്ണ തല്ലുകൊള്ളിത്തരം മാത്രമേ വാ തുറന്നാ പറയുള്ളൂ. അത് നമുക്കിപ്പോൾ അറിയാം ദിയാകൃഷ്ണ എന്ത് പറയുന്നുള്ളത്. അതുപോലെ ഈ കുട്ടി എങ്ങനെയാകും എന്നൊരു മുൻവിധി ഉണ്ട്. അതിനപ്പുറം ഈ കുട്ടി പോകാറില്ല. പക്ഷേ ഇങ്ങനെ ചെയ്തപ്പോൾ ജനങ്ങൾ വളരെയധികം ഇതായിപ്പോയി. മോളെ ഒത്തിരി ഇഷ്ടപ്പെട്ടിരുന്നു, പക്ഷെ ഇത് മോശമാണ്. ഒത്തിരി കമന്റ് അങ്ങനെയാ. ഞാൻ കരുതി ഇവർക്ക് കുറച്ചെങ്കിലും മാന്യതയുണ്ടെന്ന്. ശരിക്കും പറഞ്ഞാൽ മാന്യതയൊക്കെ ഉണ്ട്. പക്ഷെ ഈ ഒരു വണ്ണം കുറഞ്ഞതിന്റെ ഒരു വളരെ സന്തോഷത്തിൽ ചെയ്ത നിങ്ങളോടൊരു ബഹുമാനം ഉണ്ടായിരുന്നു, ഇപ്പോൾ ഇല്ല. ഇതാണ് അതിന്റെ സംഭവം. ഒത്തിരി ലൈക്ക് കിട്ടിയ കമന്റുകളാണ് ഇതൊക്കെ. ഇതാണ് ആ സംഭവം. ഞാൻ ആദ്യം പറഞ്ഞു, ഇവരോടൊരു ബഹുമാനം ഉണ്ട്, അല്ലാതെ ഒരു ആരാധന ഇഷ്ടമൊന്നുമല്ല. ഇപ്പോൾ ഉള്ള ന്യൂജൻ കുട്ടികൾ, ഒറ്റ പെൺകുട്ടികൾ ചെയ്യാത്ത പണി ഈ പെൺകുട്ടി ചെയ്യും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. നാട്ടുകാരെ കാണിച്ചപ്പോൾ എന്താ ഒരു സന്തോഷം.
പല രീതിക്കുള്ള കമന്റാ വായിക്കാവുന്ന വായിക്കുന്ന മാറ്റത്തിന് നല്ല ആഴമുണ്ട്. മാറ് മൂടാൻ സമരം നടന്ന നാടാണ് നമ്മളുടെ. ഇപ്പോൾ എവിടെ നോക്കിയാലും ഇതാണ് സുഖം. എനിക്കും എന്റെ ഭർത്താവിനും കുഴപ്പമില്ലാലോ എന്ന കമന്റ് വന്നോ? വലിപ്പമുള്ളതെല്ലാം കാണിച്ചോളൂ, ഇതാ ഇപ്പൊ ട്രെൻഡ്. കാക്കയുടെ വിശപ്പും മാറും, പശുവിന്റെ കടിയും മാറും. എനിക്കും ഇതുപോലെ വണ്ണം കുറച്ച് സാരി എടുക്കണം. ഒരാളെ ആ കമന്റ് ഇട്ടിട്ടുള്ളൂ. കഷ്ടം ദൈവമേ, എനിക്ക് ഇഷ്ടമായിരുന്നിട്ടോ എന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ്. ഇങ്ങനെ ചെയ്തപ്പം വിഷമായിരുന്നു. ഓഹോ, ഒട്ടും പ്രതീക്ഷിച്ചില്ല. ആ മകൾ ഇതെല്ലാം കണ്ടുപിടിക്കും. ആർത്തി ഫോർ പണം അങ്ങനെ എഴുതിയിട്ടുണ്ട്. ആർത്തി ഫോർ പണം ആണോ? അപ്പൊ ഷോ ഇത് പോരാ, ഇനിയും പോരട്ടെ. ഈ ഒരു വാക്ക് ആ കൊച്ചു കേൾക്കേണ്ട ഒരു കാര്യമില്ല. പൈസയ്ക്ക് വേണ്ടിയാണ് ഇത്രയും പോരാ, ഇനിയും കാണിക്കാനാണ് പറഞ്ഞത്. ഇനി ഒത്തിരി കമന്റ് ഉണ്ട് കേട്ടോ, ഞാനതൊന്നും വായിക്കുന്നില്ല, വായിക്കാൻ കൊള്ളില്ല, അത്രയും വൃത്തിയോടെ എഴുതി വെച്ചിട്ടുണ്ട്. അല്ല, ഇതിന്റെ ആവശ്യം സൗഭാഗ്യക്കുണ്ടായിരുന്നോ? അതാണ്. ആ കൊച്ചിന് ഇൻസ്റ്റാഗ്രാമിൽ കൂടുതൽ വീഡിയോ അപ്ലോഡ് ചെയ്യാന്നൊക്കെ എവിടെയോ വ്ലോഗിൽ പറയുന്ന ഞാൻ കിട്ടി. ഈ ടൈപ്പ് വീഡിയോ അങ്ങനെ അപ്ലോഡ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിൽ പണി പാളി. ഇത്രയും നമ്മൾ എപ്പോഴും ആലോചിക്കണം, നമ്മളൊരു 30 വയസ്സ് അല്ലെ 40 വയസ്സുകൊണ്ട് നമ്മൾ നമ്മുടെ നാട്ടിൻപുറത്താണേലും നമ്മളൊരു ഇമേജ് നമ്മൾ പോലും അറിയാതെ ഉണ്ടാക്കിയെടുക്കും. അത് ചിലപ്പോൾ നല്ലതാവാം, അല്ല ചീത്തയാവാം. ഇനി നല്ലതാണ് നമ്മൾ ഉണ്ടാക്കിയെടുത്തെങ്കിൽ ആ ഒരു ഇമേജ് ഉണ്ടല്ലോ, നമുക്ക് ജനം തരുന്ന ഒരു സന്തോഷവും സന്തോഷമല്ല, ഒരു ബഹുമാനവും ഒരു സ്നേഹവും ഒക്കെ ആയിട്ട് നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ നമ്മുടെ വീട്ടിന്റെ ഭാഗത്താണെങ്കിൽ നമുക്ക് ജനം തരുന്ന ഒരു ബഹുമാനം, ഒരു സ്ഥാനമുണ്ട്. അത് നമ്മൾ സ്വയം നമ്മുടെ പെരുമാറ്റത്തിലൂടെ ഉണ്ടാക്കിയെടുക്കുന്നത്. അതൊരു 10-40 വയസ്സൊക്കെ എത്തുമ്പോൾ നമ്മൾ നിപ്പി തലയും കുത്തി അതിനെല്ലാം വിപരീതമായിട്ടൊരു പ്രവൃത്തി നമ്മുടെ കാര്യത്തിൽ നിന്നുണ്ടായ, അതായത് ആ 40 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത, അതാണ് അതിന്റെ പറയേണ്ടത്. ആ 40 വർഷം കൊണ്ട് ഉണ്ടാക്കിയെടുത്ത ഒരു ഇമേജ്, ഒരു നല്ല ഇമേജ് പോകാൻ ഒറ്റ നിമിഷം മതി. ഒരൊറ്റ നിമിഷം കൊണ്ട് നമ്മൾ അഴുക്കായി മാറും. കളയാൻ ഭയങ്കര എളുപ്പമാണ്, ഉണ്ടാക്കിയെടുക്കണേ വളരെ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ഈ കൊച്ചു സോഷ്യൽ മീഡിയയിൽ നല്ല ഒരു ഇമേജ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ആ ഒരൊറ്റ നിമിഷം ഈ ഒരു സാരി ഉടുക്കൽ കൊണ്ട് ആൾക്കാരുടെ വായിന്ന് ഇത് പോരാ, ഇനിയും പോരട്ടെ എന്ന് വരേണ്ട അവസ്ഥയിലെത്തിയോ? അപ്പൊ ചിന്തിക്കാതെ സോഷ്യൽ മീഡിയയിലേക്ക് കാണുന്നതെല്ലാം വലിച്ചിടരുത്. ഇവരുടെ ഈ ഫാമിലി വ്ളോഗിന്റെ ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർ ശ്രദ്ധിക്കുന്നില്ല. അവര് എല്ലാം അങ്ങോട്ട് ഷൂട്ട് ചെയ്ത് അങ്ങ് ഇടുക ചെയ്യുന്നത്. അപ്പൊ ഇത് പൊതുജനം പലരും കാണുന്നതാണ്. അവരെന്നെ പറ്റി എന്ത് വിചാരിക്കും? ഇത് ഒരു ചിന്ത വേണം. കാര്യം ഇത്രയും ബുദ്ധിമുട്ടിയായിരിക്കാം വണ്ണം കുറച്ചത്. സാരി ഉടുത്ത് കാണുക എന്നുള്ളതും അതിന് ഷേപ്പ് ഉണ്ടെന്നുള്ളത് കാണുന്നതും എല്ലാം വളരെ സന്തോഷമാണ്. അത് മറ്റുള്ളവരെ കാണിക്കുമ്പോൾ അവരെന്ത് ചിന്തിക്കുമെന്ന് ചിന്തിക്കാനുള്ള തലച്ചോറും കൂടെ നമുക്ക് വേണം. ഇപ്പൊ ഈ പൊങ്കാല മുഴുവൻ കേട്ടത് ഈ ഒരൊറ്റ പ്രവൃത്തിയുണ്ട്. അപ്പൊ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.